സോ ഹേ എവ്രി വൺ, നമ്മൾ ആക്ച്വലി പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ SSC, CGL, GD, CHSL, MTSനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും RRB, ഗ്രൂപ്പ് ഡി, NTPC, UPSC, സിവിൽ സർവീസസ് എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മുടെ ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ സിവിൽ സർവീസിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മന്ത്ലി 1000 rupees ആണ് ഫീസ് ഉണ്ടാവുക ടിൽ പ്രിലിംസ്. SSC, RRB ആണ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് ഒരു 500 rupees ആയിരിക്കും നിങ്ങളുടെ മന്ത്ലി ഫീസ് ഉണ്ടാവുക. നമ്മൾ പ്രൗഡ്ലി ഒഫീഷ്യലി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സകല ബാച്ചസും. സോ നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് വളരെ ഒഫീഷ്യൽ ആയിട്ടാണ് നമ്മൾ ബാച്ചസ് റൺ ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ ഒഫീഷ്യലി നമ്മുടെ ബാച്ചസും നമ്മുടെ കോച്ചിങ്ങും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഫോർവേഡ് ചെയ്യാം. സോ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ 1 lakh rupees സ്റ്റാർട്ടപ്പ് ഫണ്ടായിട്ടും തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ബാച്ചസ് റൺ ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ആൻഡ് കൺവീനിയന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ SSC RRB UPSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ലൈവ് ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ഒന്നും 1-to-1 ലൈവ് മെന്റർഷിപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചറാണ് നമ്മൾ ബാച്ചസ് റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് അത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ വളരെ ഹൈ ക്വാളിറ്റി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുക. സോ സിവിൽ സർവീസ് എക്സാമിനാണെങ്കിൽ എക്സാം വരെ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. പ്രിലിംസിനുള്ളിൽ തന്നെ പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. UPSC ബാച്ചിന്റെ കംപ്ലീറ്റ് കോർഡിനേഷൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. മെന്റർ ഞാൻ തന്നെയാണ്. SSCക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ CGL ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ 6 മന്തിനുള്ളിലായിട്ടാണ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ ജനറൽ അവയർനെസ് പാർട്ട് ഡീൽ ചെയ്ത ഡയറക്ടർ ഞാനാണ്, മെന്റർ ഞാനാണ്. പിന്നെ മാത്സ് ഒക്കെ മാം എടുക്കുന്നുണ്ട്. അതിന്റെ ഡെമോ ക്ലാസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ SSCയുടെ സിലബസ് 6 മന്തിനുള്ളിലായിട്ട് കവർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡെയിലി റിവിഷൻ ഒക്കെ ആയിട്ട് എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾ ഒന്നിച്ചുണ്ടാവും. RRB ഗ്രൂപ്പ് ഡി NTPC ആണെങ്കിൽ നമ്മൾ ഒരു 6 to 7 months എടുക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് റിവിഷനിലേക്ക് പോവാം. എക്സ്ട്രാ സപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ക്ലാസ് നോട്ട് തന്നെ തരും. അതിപ്പോ ജനറൽ അവയർനെസ് ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ക്ലാസ് നോട്ട് തന്നെ ആയിരിക്കും തരുക. പിന്നെ ടെസ്റ്റ് ആൻഡ് എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇത് മേ ബി വീക്കിലി ആയിരിക്കാം, അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് ആയിരിക്കാം ഉണ്ടാവുക. മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. ഞാൻ തന്നെയാണ് മെന്റർ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് ഐ എം ഡാം കോൺഫിഡന്റ് നമ്മൾ അത്രയും നല്ല രീതിയിലായിരിക്കും ബാച്ചസ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാച്ച് ആണ്. UPSC ആണെങ്കിൽ 1000 per month, SSC ആൻഡ് RRB ആണെങ്കിൽ 500 per month. ഹൈ ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ നിന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എക്സാം സ്ട്രാറ്റജീസ് ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. സോ ഇഫ് യു വിഷ് ടു ജോയിൻ ദ ബാച്ച് യു ക്യാൻ ജോയിൻ ബൈ പേയിങ് ദ ഫീസ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ളിലായിട്ട് ഫീ പേ ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ എന്നോട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിക്വസ്റ്റ് കോൾ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം പറയാം, ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. സോ ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചില സമയത്ത് വിളിച്ചാൽ കിട്ടാത്തത്. സോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് എ കോൾ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവിടെ ഒരു ടൈം കൺവീനിയന്റ് ആയിട്ടൊരു ടൈം പറയാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇഫ് യു വിഷ് ടു ജോയിൻ ദ ബാച്ച് ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് കൂടുതൽ ക്ലാസ്സസിലേക്ക് വേണം ഫോക്കസ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിച്ചു CGL പ്രിപ്പയർ ചെയ്താൽ CHSലും MTSും GDയും അറ്റൻഡ് ചെയ്യാം. കാരണം CGL ഡിഗ്രി ലെവൽ എക്സാമാണ്. അതേപോലെ തന്നെ ഇപ്പൊ CHSനാണ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഒരു 12th സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ CHSന് പ്രിപ്പയർ ചെയ്യാം. ഒന്നിച്ച് GDയും MTS അറ്റൻഡ് ചെയ്യാം. ഇനി 10th മാത്രം SSLC ക്വാളിഫിക്കേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണെങ്കിൽ നിങ്ങൾക്ക് GD MTS അറ്റൻഡ് ചെയ്യാം. എന്നിട്ടും നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് പോവാവുന്നതാണ്. സോ നിങ്ങൾ ഇതിന് മുൻപ് എന്ത് ചെയ്തു, പഠിച്ചോ, ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഇഫ് യു വിഷ് ടു ജോയിൻ ദ ബാച്ച്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്ത് ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ
ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദി എക്സാം. എല്ലാവർക്കും എബിലിറ്റി ഒന്നേ ഉള്ളൂ. പക്ഷേ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഇവിടെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ UPSC SSC ബാച്ചിന് ഞാൻ തന്നെയാണ് ഡയറക്റ്റ്ലി മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ ഫീ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് എ ലോട്ട്.